ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴത്തിൽ അറിയാനും അപഗ്രഥിക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. യൂദിത്തിൻ്റെ പുസ്തകമാണ് നാം ഈ കാലയളവിൽ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകം യൂദിത്തിൻ്റെ പുസ്തകത്തിലെ 8 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 9-ാമത്തെ അധ്യായത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എട്ടാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ബത്തൂലിയ എന്ന യൂദാ നഗരം അവരുടെ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതാ നഗരവാസികളും നഗരത്തിൻ്റെ കാവൽക്കാരും നേതാക്കന്മാരുമെല്ലാം ഒന്നടങ്കം ആ നഗരത്തെ ഹോളോഫെർണസ് എന്ന കൽദായ സൈന്യാധിപൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവയ്ക്കാനും യുദ്ധത്തിൽ അടിയറവ് പറയാനും തീരുമാനിക്കുകയാണ്. നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്, ഇത്തരത്തിൽ ചെയ്യരുത് എന്ന താക്കീത് യൂദിത്ത് എന്ന ധീരയായ വനിത അവർക്ക് നൽകുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ നിർബന്ധ നിമിത്തം ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന അവസ്ഥയിൽ ശത്രുപക്ഷത്തിന് കീഴടങ്ങാനായി ബത്തൂലിയ നിവാസികൾ തീരുമാനിക്കുന്നു. ഈ സമയം ഒരു ദൈവിക ചോദനയാൽ എന്നവണ്ണം യൂദിത്ത് ഒരു കാര്യം തീരുമാനിക്കുകയാണ്. തൻ്റെ ജനം മുഴുവൻ നശിച്ചു പോകാതിരിക്കാനായി ദൈവം തന്നെ ഭരമേൽപ്പിക്കുന്ന ഒരു ദൗത്യം നിറവേറ്റാനായി യൂദിത്ത് മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്നു. അതിനുവേണ്ടി തൻ്റെ നാടിൻ്റെ ബത്തൂലിയ നഗരത്തിൻ്റെ നഗരാധിപന്മാരോട് അനുവാദം ചോദിക്കുന്നു. അവർ അനുവദിക്കുന്നു. അങ്ങനെ യൂദിത്ത് ബത്തൂലിയ നഗരം വിട്ട് തൻ്റെ ദൗത്യവുമായി മുന്നേറാൻ ഹോളോഫെർണസ് എന്ന കൽദായ സൈന്യാധിപൻ്റെ കൂടാരത്തെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ്. ആ ഒരുക്കത്തെ സംബന്ധിച്ചാണ് 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. നമുക്ക് 9-ാമത്തെ അധ്യായത്തിൻ്റെ ഉള്ളടക്കം ഒന്ന് പരിശോധിക്കാം. യൂദിത്തിൻ്റെ ഈ ദൗത്യ നിർവഹണത്തിനായുള്ള യാത്രയുടെ ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അത് ആത്മീയമായ ഒരുക്കമാണ്. 2 തരത്തിലുള്ള ഒരുക്കങ്ങൾ യൂദിത്ത് നടത്തുന്നതായി നമുക്ക് കാണാം. 9-ാമത്തെ അധ്യായം മുഴുവൻ യൂദിത്ത് നടത്തുന്ന ആത്മീയമായ ഒരുക്കത്തെക്കുറിച്ച് പറയുമ്പോൾ 10-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം അവൾ നടക്കുന്ന ബാഹ്യപരമായ ഒരുക്കങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 9-ാമത്തെ അധ്യായത്തിൽ എപ്രകാരമാണ് യൂദിത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നത്, ആത്മീയമായ എന്ത് തരത്തിലുള്ള ഒരുക്കമാണ് അവൾ നടത്തുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം വളരെ ലളിതമായി നമുക്ക് 4 ഭാഗങ്ങളായി തിരിക്കാം. 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നവർക്കെതിരെയുള്ള പ്രാർത്ഥനയാണ് യൂദിത്ത് നടത്തുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്നവർക്കെതിരെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ യൂദിത്ത് പ്രാർത്ഥിക്കുന്നു. 9-ാം അധ്യായത്തിൻ്റെ 5-6 തിരുവചനങ്ങളിൽ ദൈവമാണ് വിജാതീയരും സ്വജാതീയരും ഉൾപ്പെടുന്ന സകല ജനതകളുടെയും ചരിത്രത്തിൻ്റെ നിയന്താവ്, ദൈവമാണ് ചരിത്രത്തിൻ്റെ നിയന്താവ് എന്ന തൻ്റെ വിശ്വാസം യൂദിത്ത് ഏറ്റുപറയുകയാണ് 9-ാം അധ്യായത്തിൻ്റെ 5-6 തിരുവചനങ്ങളിൽ. 9-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ യൂദിത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പ്രാർത്ഥന പ്രത്യേകമായി വയ്ക്കുന്നു. അത് അസീറിയക്കാരുടെ അഹങ്കാരം തീർക്കണമേ എന്ന പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ ജനത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ദൈവത്തെയും ദൈവജനത്തെയും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന അസീറിയക്കാരുടെ അഹങ്കാരം തീർക്കണമേ എന്ന് 9-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള ഭാഗത്ത് പ്രാർത്ഥിക്കുന്നു.
ഏറ്റവും ഒടുവിൽ 9-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ ഒറ്റയാൾ പട്ടാളം എന്ന വണ്ണം ശത്രുവിൻ്റെ മടയിലേക്ക് കയറിപ്പോകാൻ ഒരുങ്ങുന്ന തനിക്ക് വേണ്ടി തന്നെ യൂദിത്ത് പ്രാർത്ഥിക്കുകയാണ്. തന്നെ ശക്തിപ്പെടുത്തണമേ, ഈ മഹത്തായ ദൗത്യമേറ്റെടുത്ത് വിജയം പ്രാപിക്കാനുള്ള കൃപ തരണമേ എന്ന് യൂദിത്ത് പ്രാർത്ഥിക്കുന്നതാണ് ഈ അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഏതാനും തിരുവചനങ്ങളിൽ. 9-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇനി ഓരോ ഭാഗവും നമുക്ക് ഒന്ന് വായിച്ച് അതിൻ്റെ വിശദമായ വ്യാഖ്യാനം കാണാം. യൂദിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇപ്പോൾ വായിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന പ്രധാന വിഷയം സ്ത്രീത്വത്തെ അപമാനിക്കുന്നവർക്കെതിരെ ഉള്ള ഒരു പ്രാർത്ഥന യൂദിത്ത് നടത്തുന്നതാണ്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. ഈ സമയം സാധിക്കുമെങ്കിൽ എല്ലാവരും എന്നോടൊപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കണം. 9-ാം അധ്യായം നമുക്കെടുക്കാം. യൂദിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗം നമുക്ക് ഒരുമിച്ച് വായിക്കാം. അനന്തരം യൂദിത്ത് സാഷ്ടാംഗം വീണു, തലയിൽ ചാരം പൂശി, ധരിച്ചിരുന്ന ചാക്കുവസ്ത്രം അനാവരണം ചെയ്ത് ജെറുസലേം ദേവാലയത്തിൽ സായാഹ്ന ധൂപാർപ്പണത്തിൻ്റെ സമയത്ത് കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു. എൻ്റെ പിതാവായ ശിമയോൻ്റെ ദൈവമായ കർത്താവേ, ഒരു കന്യകയെ മലിനയാക്കാൻ അവളുടെ വസ്ത്രമഴിക്കുന്ന, അവളെ ലജ്ജിപ്പിക്കാൻ അവളുടെ നഗ്നത വെളിപ്പെടുത്തുന്ന, അവളെ അപമാനിക്കാൻ അവളുടെ ഗർഭപാത്രം മലിനമാക്കുന്ന ഏതു വിദേശീയനോടും പ്രതികാരം ചെയ്യുന്നതിന് അവിടുന്ന് എൻ്റെ പിതാവിന് ഖഡ്ഗം കൊടുത്തുവല്ലോ. എന്തെന്നാൽ അതൊരിക്കലും സംഭവിക്കരുത് എന്നാണ് അവിടുത്തെ കൽപ്പന. എങ്കിലും അവർ അത് ചെയ്തു. അതിനാൽ അവരുടെ ഭരണകർത്താക്കൾ കൊല്ലപ്പെടാനും അവരുടെ ചതിപ്രയോഗത്താൽ ലജ്ജ പൂണ്ട കിടക്കകൾ രക്തമംഗലമാകാനും അവിടുന്ന് ഇടവരുത്തി. സിംഹാസനസ്ഥരായിരുന്ന രാജകുമാരന്മാരോടൊന്നിച്ച് അടിമകളെയും അവിടുന്ന് അടിച്ചു വീഴ്ത്തി. അവരുടെ ഭാര്യമാർ കൊള്ളയടിക്കപ്പെട്ടു, പുത്രിമാർ തടവിലാക്കപ്പെട്ടു. അങ്ങയോടുള്ള ഭക്തിയിൽ തീക്ഷ്ണതയും തങ്ങളുടെ രക്തത്തെ മലിനമാക്കിയതിൽ വെറുപ്പും ഉൾക്കൊണ്ട് അവിടുത്തെ സഹായം അപേക്ഷിച്ച അരുമ സന്താനങ്ങൾക്ക് അവിടുന്ന് കൊള്ള മുതലെല്ലാം വീതിച്ചു. ദൈവമേ, എൻ്റെ ദൈവമേ, വിധവയായ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഈ പ്രാർത്ഥന നമ്മൾ വായിക്കുമ്പോൾ യൂദിത്ത് പേരുകൊണ്ട് തന്നെ യഹൂദ വനിത, യഹൂദിത്ത് എന്നറിയപ്പെടുന്ന വിധവയായ സ്ത്രീ, അവരുടെ ഏക ആശ്രയം പ്രാർത്ഥന മാത്രമാണ്. ബത്തൂലിയ നഗരവാസികൾ അവരുടെ സകല പ്രത്യാശീമത ഇതിനകം കൈവെടിഞ്ഞു കഴിഞ്ഞു. മാത്രവുമല്ല, യൂദിത്തിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ടുള്ള ഒരു ഉദ്യമത്തിന് അവൾ ഒരുങ്ങുകയാണ്. അതിനു മുമ്പായി അവൾ പ്രാർത്ഥനാ നിരതയാകുന്നു. കാരണം പ്രാർത്ഥന മാത്രമാണ് ഇനി അവൾക്ക് ആശ്രയം. വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവൻ തങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാന നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന അനേകം വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ നിയമത്തിൻ്റെ തന്നെ പ്രതീകമായി കണക്കാക്കാവുന്ന മോശ 40 രാവും പകലും സിനായ് മലയുടെ മുകളിൽ പ്രാർത്ഥനാനിരതനാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏലിയാ പ്രവാചകൻ, പ്രവാചക പരമ്പരയുടെ തന്നെ പ്രതിരൂപമായ ഏലിയാ പ്രവാചകൻ വലിയ നീണ്ട പ്രാർത്ഥനകളിൽ ഏർപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. കർമ്മല മലയുടെ മുകളിലും ഹോറേബ് മലയിലുമൊക്കെ ആ പ്രവാചകൻ പ്രാർത്ഥനയിൽ ഏർപ്പെടുകയാണ്. ഈശോയുടെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈശോയുടെ ജീവിതത്തിൽ എത്രയോ തവണയാണ് ഈശോ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നത്. വളരെ പ്രത്യേകമായി തൻ്റെ പരസ്യ ജീവിതത്തിന് മുൻപായി 40 ദിനരാത്രങ്ങൾ ഈശോ മരുഭൂമിയിൽ പ്രാർത്ഥനാ നിരതനായിരുന്നു. എല്ലാ ദിവസത്തിൻ്റെയും രാത്രിയുടെ യാമങ്ങളിൽ പിതാവും ഒന്നിച്ച് മലമുകളിലോ വിജനസ്ഥലത്തോ അവിടുന്ന് പ്രാർത്ഥനയാ നിരതനായി നിന്നിരുന്നു. ആദിമസഭയുടെ കാര്യവും ഇതുപോലെ തന്നെ. ആദിമസഭയെക്കുറിച്ച് പറയുന്നത് അവർ സദാസമയവും പ്രാർത്ഥനാനിരതരായി ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി എന്നുള്ളതാണ്. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെട്ടുകൊണ്ട് തങ്ങളെ ഏൽപ്പിച്ച ഉദ്യമത്തിലേക്ക് കടന്നു പോകുന്ന വ്യക്തിത്വങ്ങളെ
നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. ഇത് നമുക്കൊരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏത് സമയവും ഏത് ഉദ്യമത്തിന് മുതിരുമ്പോഴും പ്രാർത്ഥനയാകട്ടെ നമ്മുടെ ശക്തി എന്ന് യൂദിത്തിൻ്റെ ഈ ഉദാഹരണം, മാതൃക നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യഹൂദ സാഹിത്യത്തിൽ സ്ത്രീ കഥാപാത്രങ്ങൾ പ്രാർത്ഥനയിലൂടെ തങ്ങളുടെ ആത്മഗതം കൂടി വെളിപ്പെടുത്തുന്ന ധാരാളം രംഗങ്ങളുണ്ട്. നമുക്കറിയാം, യഹൂദരുടെ പഴയ നിയമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയിലൂടെ ആത്മഗതം വെളിപ്പെടുത്തുന്ന ഹന്നായെ നമ്മൾ കാണുന്നുണ്ട്. പ്രാർത്ഥനയിലൂടെ ആത്മഗതം വെളിപ്പെടുത്തുന്ന അനേകം സ്ത്രീ കഥാപാത്രങ്ങൾ യഹൂദ വിശുദ്ധ ഗ്രന്ഥത്തിൽ, പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ യൂദിത്തിൻ്റെ പ്രാർത്ഥനയെ നമ്മൾ പരിശോധിക്കുമ്പോൾ യൂദിത്തിൻ്റെ പ്രാർത്ഥന പശ്ചാത്താപവും വിനയവും നിറഞ്ഞതായിരുന്നു. ഇവിടെ അവൾ പശ്ചാത്താപ വിവശയായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. യൂദിത്ത് സാഷ്ടാംഗം വീഴുന്നു, തലയിൽ ചാരം പൂശുന്നു, ചാക്കുവസ്ത്രം ധരിക്കുന്നു. ചുരുക്കത്തിൽ പശ്ചാത്താപത്തിൻ്റെ, അനുതാപത്തിൻ്റെ അടയാളങ്ങളായിക്കൊണ്ട് അവൾ സാഷ്ടാംഗം വീണ് തലയിൽ ചാരം പൂശി ചാക്കുവസ്ത്രം ധരിച്ച് വസ്ത്രം കൊണ്ട് അനാവരണം ചെയ്ത് തൻ്റെ എളിമയുടെ, അനുതാപത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ പ്രാർത്ഥന നടത്തുകയാണ്. മാത്രവുമല്ല, ഇവിടെ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ശ്രദ്ധിക്കുക. ജെറുസലേം ദേവാലയത്തിൽ ധൂപാർച്ചന നടക്കുന്ന സമയത്ത് എല്ലാ ഇസ്രായേൽക്കാരും പ്രാർത്ഥനാ നിരതരാകുന്ന വേളയിലാണ് യൂദിത്വം ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ജെറുസലേം ദേവാലയത്തിലെ ധൂപാർപ്പണ സമയത്തെക്കുറിച്ച് സങ്കീർത്തകൻ പറയുന്ന വചനം സങ്കീർത്തനം 141:2 നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ എന്ന് പറഞ്ഞാൽ, ജെറുസലേം ദേവാലയത്തിലെ സായാഹ്ന ബലിയുടെ സമയത്ത്, ധൂപാർച്ചന നടത്തുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നത് വലിയ ആഴമേറിയ ദൈവശാസ്ത്ര അർത്ഥങ്ങളുള്ള ഒന്നാണ് എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു എന്നർത്ഥം. പശ്ചാത്താപ വിവശയായി വിനയപൂർവം പ്രാർത്ഥിക്കുന്ന യൂദിത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീത്വം അവമതിക്കപ്പെടരുത് എന്നാണ്. സ്ത്രീത്വം അവമതിക്കപ്പെടരുത്. യൂദിത്ത് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: എൻ്റെ പിതാവായ ശിമെയോൻ്റെ ദൈവമായ കർത്താവേ, ഒരു കന്യകയെ മലിനയാക്കാൻ അവളുടെ വസ്ത്രമഴിക്കുന്ന, അവളെ ലജ്ജിപ്പിക്കാൻ അവളുടെ നഗ്നത വെളിപ്പെടുത്തുന്ന, അവളെ അപമാനിക്കാൻ അവളുടെ ഗർഭപാത്രം മലിനമാക്കുന്ന ഏത് വിദേശീയനോടും പ്രതികാരം ചെയ്യുന്നതിന് അവിടുന്ന് എൻ്റെ പിതാവിന് ഖഡ്ഗം കൊടുത്തുവല്ലോ എന്നാണ്. ഈ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചരിത്രത്തിലൂടെ കുറെ കൂടി പുറകോട്ട് പോകേണ്ടതായിട്ട് വരും. യൂദിത്തിൻ്റെ ഈ വാക്കുകൾ സത്യത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 34-ാം അധ്യായത്തിലെ യാക്കോബിൻ്റെ പുത്രി ദീനയുടെ മാനഹാനിയും അതുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയ സംഭവ വികാസങ്ങളുമാണ്. നമുക്കറിയാം, ശിമെയോൻ ഗോത്രത്തിൽ പിറന്ന സ്ത്രീയായിരുന്നു യൂദിത്ത്. അപ്പോൾ ശിമെയോൻ ഗോത്രത്തിൽ പിറന്നു എന്നതുകൊണ്ട് തന്നെ യൂദിത്തിൻ്റെ ഗോത്രപിതാവായ ശിമെയോൻ, യാക്കോബിൻ്റെ പുത്രന്മാരിൽ ഒരുവനായ ശിമെയോൻ, ആ ശിമെയോൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ് ഇവിടെ ഓർത്തെടുക്കുന്നത്. യാക്കോബിന് ലെയായിലുണ്ടായ ഒരു മകളായിരുന്നു ദീന. ആ ദീനയുടെ മാനഹാനിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഹ്രസ്വമായി നമുക്കൊന്ന് പരിശോധിക്കാം, ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുന്നതിന് വേണ്ടി. യാക്കോബും കുടുംബവും കാനാൻ ദേശത്തുള്ള ഷെക്കേം പട്ടണത്തിൽ കൂടാരമടിച്ചു. അങ്ങനെ അവരവിടെ കൂടാരമടിച്ച് ജീവിതം മുൻപോട്ട് പോകുന്നതിനിടയിലാണ് യാക്കോബിന് ലെയായിലുണ്ടായ മകൾ, 12 ആങ്ങളമാർക്ക് ഉണ്ടായ ഏക പെങ്ങൾ, അല്ലെങ്കിൽ ലെയായിലുണ്ടായ ആ മകൾ ദീന ആ നാട്ടിലുള്ള സ്ത്രീകളെ സന്ദർശിക്കാനായിട്ട് പോവുകയാണ്. ഒരു സൗഹൃദ സന്ദർശനത്തിനായിട്ട് പോവുകയാണ്. അങ്ങനെ അവൾ പോയപ്പോൾ അവിടുത്തെ പ്രഭുവായിരുന്ന ഹാമോർ എന്ന ഹിവ്യ വംശത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ പുത്രൻ ഷെക്കേം എന്ന ആൾ
ദീനയെ കണ്ടപ്പോൾ അവളിൽ അനുരക്തനാവുകയും അവളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. അപ്രകാരം അവളുടെ ദീനയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുകയുണ്ടായി. ഇത് യാക്കോബിനും കുടുംബാംഗങ്ങൾക്കുമൊക്കെ വലിയ തരത്തിലുള്ള വേദനയുണ്ടാക്കി. അവർ അതിൽ കോപാകുലരായി. അനവധി സന്ധി സംഭാഷണങ്ങൾ നടന്നു. ഷെക്കേമും അവൻ്റെ പിതാവ് ഹാമോറും വന്ന് മാപ്പ് പറഞ്ഞു. ഒടുവിൽ ഷെക്കേമും അദ്ദേഹത്തിൻ്റെ പിതാവ് ഹാമോറും ഷെക്കേം നിവാസികൾ മുഴുവൻ പേരും യാക്കോബും കുടുംബവും ആവശ്യപ്പെട്ടതനുസരിച്ച് പരിച്ഛേദനം ചെയ്ത് യാക്കോബിൻ്റെ കുടുംബാംഗങ്ങളെ പോലെയായി തീരാൻ, പരിച്ഛേദിതരായി തീരാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സന്ധി സംഭാഷണം പൂർത്തിയായി സമാധാനം സ്ഥാപിക്കുന്ന ആ വേളയിൽ ഷെക്കേം നിവാസികൾ മുഴുവൻ ഹാമോറും ഷെക്കേമും കൂട്ടരുമൊക്കെ പരിച്ഛേദനം ചെയ്ത് വേദനിച്ചിരുന്ന 3-ാം ദിവസം ദീനയുടെ നേരെ സ്വന്തം അമ്മയിൽ പിറന്ന സഹോദരന്മാരായിരുന്ന ശിമയോനും ലേവിയും വാളുമെടുത്ത് അപ്രതീക്ഷിതമായി ഷെക്കേം നഗരത്തിൽ കടന്ന് അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരെയെല്ലാം വധിക്കുകയാണ്. ഹാമോറിനെയും മകൻ ഷെക്കേമിനെയും അവർ വാളിനിരയാക്കി. ഷെക്കേമിൻ്റെ വീട്ടിൽ നിന്ന് ദീനയെ വീണ്ടെടുത്ത് അവർ തിരിച്ചുപോയി. ഇതാണ് ഇവിടെ ഓർത്തെടുക്കുന്ന ചരിത്ര സംഭവം. തങ്ങളുടെ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയതിൻ്റെ പേരിൽ യാക്കോബിൻ്റെ മക്കൾ, പ്രത്യേകിച്ച് ശിമയോനും ലേവിയും, മരിച്ചു കിടന്നവരുടെ ഇടയിലൂടെ കടന്നു ചെന്ന് നഗരം കൊള്ളയടിച്ചു എന്നാണ് ഉൽപ്പത്തി 34 നമ്മൾ കാണുന്നത്. ഇവിടെ ശിമയോനും സഹോദരൻ ലേവിയും ചെയ്ത ഈ പ്രവൃത്തി പിന്നീട് നമുക്കറിയാം യാക്കോബിൻ്റെ അപ്രീതിക്ക് കാരണമാകുന്നുണ്ട്. അവർ ഷെക്കേം വിട്ട് അവിടെ നിന്നും ഓടിപ്പോകേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ കുടുംബം. എങ്കിലും തങ്ങളുടെ സഹോദരി ദീനയെ മാനഭംഗപ്പെടുത്തിയ ഒരു വിദേശിയോട് ക്ഷമിക്കാൻ ശിമയോനും ലേവിക്കും ഒരുക്കമായിരുന്നില്ല. അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് തയ്യാറായിരുന്നില്ല എന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം അത്? തങ്ങളുടെ സഹോദരിയുടെ മാനത്തിന് മറ്റെന്തിനേക്കാളും, ഏത് സന്ധി സംഭാഷണങ്ങളെക്കാളും വലിയ വില കൽപ്പിച്ച വ്യക്തികളായിരുന്നു ശിമയോനും ലേവിയും. പക്ഷേ അത് പിന്നീട് പിതൃഹൃദയത്തിന് വിരുദ്ധമായി തീരുകയും അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ചരിത്രം ബോധ്യപ്പെടുത്തുന്നു. പക്ഷേ ഇവിടെ യൂദിത്ത് പ്രാർത്ഥിക്കുകയാണ് ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ. ദൈവമായ കർത്താവെ, ഞാൻ ശിമയോൻ്റെ പുത്രിയാണ്. ആരാണ് ശിമയോൻ? സ്ത്രീത്വം അപമാനിക്കപ്പെടരുത് എന്ന് ദൃഢനിശ്ചയമുണ്ടായിരുന്ന, സ്ത്രീത്വത്തെ, ദീനയുടെ സ്ത്രീത്വത്തെ അപമാനിച്ചവരെ വെട്ടിവീഴ്ത്തിയ, വാളുകൊണ്ട് വെട്ടിവീഴ്ത്തിയ ആ ശിമയോൻ്റെ പുത്രിയാണ് ഞാൻ. അതുകൊണ്ട് ആ ശിമയോൻ്റെ പുത്രിക്ക് മാനഭംഗപ്പെടാനോ ഇടവരാതെ ഇരിക്കാൻ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. മാത്രവുമല്ല, എപ്രകാരമാണ് ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് ഒരു ശത്രു സൈന്യം അല്ലെങ്കിൽ ഒരു ശത്രുപക്ഷത്തുള്ള വ്യക്തികൾ സ്ത്രീയെ അപമാനിക്കുന്നതിൻ്റെ 3 ഘട്ടങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, തിരുവചനത്തിൽ കൃത്യമായി പറയുകയാണ്, ഒരു സ്ത്രീയെ അപമാനിക്കുന്ന, സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന വ്യക്തി സത്യത്തിൽ അവളെ മലിനയാക്കുന്നു, അവളെ ലജ്ജിപ്പിക്കുന്നു, അവളെ അപമാനിക്കുന്നു. 3 കാര്യങ്ങളാണ്. ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തുന്നവർ, ഒരു കന്യകയെ മലിനയാക്കാൻ അവളുടെ വസ്ത്രമഴിക്കുന്ന, അവളെ ലജ്ജിപ്പിക്കാൻ അവളുടെ നഗ്നത വെളിപ്പെടുത്തുന്ന, അവളെ അപമാനിക്കാൻ അവളുടെ ഗർഭപാത്രം മലിനമാക്കുവാൻ ചെയ്യുന്ന ഈ തെറ്റ്, ഈ കുറ്റം വലിയ അപരാധമാണ് എന്ന് യൂദിത്ത് പ്രാർത്ഥനയിലൂടെ സൂചിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഈ 3 പദങ്ങൾ, മലിനയാക്കുക, ലജ്ജിപ്പിക്കുക, അപമാനിക്കുക, ഈ 3 പദങ്ങൾക്ക് യൂദിത്ത് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചരിത്ര പശ്ചാത്തലത്തിലും വലിയ അർത്ഥതലങ്ങളുണ്ട്. എന്താണത്? നമുക്കറിയാം, ബത്തൂലിയ നഗരത്തെ ഇതിനകം തന്നെ ഹോളോഫെർണസ് എന്ന കൽദായ സൈന്യാധിപൻ്റെ നേതൃത്വത്തിൽ കൽദായ പട വളഞ്ഞിരിക്കുകയാണ്. ഉപരോധം മൂർച്ഛിച്ചതിനാൽ ബത്തൂലിയ നിവാസികൾ വെള്ളം കിട്ടാതെ വലിയ തരത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഈ പട, കൽദായ സൈന്യം
ബത്തൂലിയയിലേക്ക് കടന്നു കയറാം. അങ്ങനെ കടന്നു കയറിയാൽ ഈ സൈന്യം ചെയ്യുന്നത് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതിന് തുല്യമായി ആ നഗരത്തെ, ആ നഗരവാസികളെ, ആ നഗരത്തെ, അവരുടെ ദേവാലയത്തെ മലിനമാക്കുകയും ലജ്ജിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്യും. അതായത് അസീറിയൻ പടയുടെ അധിനിവേശമുണ്ടായാൽ ബത്തൂലിയയിലും ജെറുസലേമിലും സംഭവിക്കാൻ പോകുന്നത് ഈ 3 കാര്യങ്ങളാണ്. അവർ മലിനരാക്കപ്പെടും, ലജ്ജിപ്പിക്കപ്പെടും, അവർ അപമാനിക്കപ്പെടും. ഇതിൽ നിന്നെല്ലാം, ഈ 3 തരത്തിലുള്ള ദുരവസ്ഥകളിൽ നിന്നും തൻ്റെ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, എളിയ ശ്രമമാണ് യൂദിത്ത് ഇപ്പോൾ നടത്താൻ പോകുന്നത്. യൂദിത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ദീനയുടെ, യാക്കോബിൻ്റെ മകൾ, ബലാത്സംഗം ചെയ്യപ്പെട്ട, മലിനയാക്കപ്പെട്ട, അപമാനിതയാക്കപ്പെട്ട, ലജ്ജിപ്പിക്കപ്പെട്ട ദീനയുടെ സ്ഥാനത്ത് ഇപ്പോൾ നിലകൊള്ളുന്നത് ബത്തൂലിയയിലെ ഇസ്രായേൽ ജനവും ജെറുസലേം നഗരവുമാണ്. അശുദ്ധമാക്കപ്പെടാൻ പോകുന്നത് ദേവാലയവും അതിവിശുദ്ധ സ്ഥലവുമാണ്. അവർ അപമാനിതരാകാൻ അനുവദിക്കരുതേ എന്നാണ് യൂദിത്തിൻ്റെ ഈ പ്രാർത്ഥനയുടെ സാരാംശം. ചരിത്രം വ്യക്തമാക്കി തരികയാണ് ഈ പ്രാർത്ഥനയുടെ സാരാംശം എന്ത് എന്ന്. അതുപോലെ തന്നെ യൂദിത്ത് പറയുകയാണ്, തൻ്റെ ഉദ്യമത്തിൽ ഒരു സ്ത്രീയായ തനിക്കും മാനഹാനി സംഭവിക്കാതിരിക്കട്ടെ, സ്ത്രീത്വം സംരക്ഷിക്കപ്പെടണം എന്ന് യൂദിത്ത് ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് അപേക്ഷിക്കുന്നു. അടുത്തതായി, വിധവയായ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന അപേക്ഷയും യൂദിത്ത് ദൈവത്തിന് മുമ്പിൽ വയ്ക്കുന്നുണ്ട്. യൂദിത്തിൻ്റെ പ്രാർത്ഥനയിൽ വളരെ ശ്രദ്ധേയമായ ഒന്നാണ് അവൾ വിധവയാണെന്ന കാര്യം ആവർത്തിക്കുന്നത്. ഒരു വിധവ എന്ന നിലയിൽ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയ്ക്ക് അർഹയാണ് യൂദിത്ത്. യാഹ്വേ വിധവകളുടെ സംരക്ഷകനാകുന്നു എന്ന് ബൈബിൾ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് താനൊരു വിധവയാണ്, ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കേണ്ടവളാണ് എന്ന പ്രാർത്ഥനയിൽ യൂദിത്ത് ദൈവത്തെ ഓർമ്മിപ്പിക്കുകയാണ്. താനൊരു വിധവയാണ്, തനിക്ക് മറ്റാരുമില്ലാത്തവളാണ്. ദീനയുടെ കാര്യത്തിൽ, യാക്കോബിൻ്റെ പുത്രി ദീനയുടെ കാര്യത്തിൽ അവൾ മാനഭംഗപ്പെടുത്തപ്പെട്ടപ്പോൾ അവളുടെ സഹോദരന്മാർ ഇടപെട്ടു. എന്നാൽ യൂദിത്തിൻ്റെ കാര്യത്തിൽ, യൂദിത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവിടെ അവൾക്കായി ഇടപെടാൻ ഇന്ന് ബത്തൂലിയയിൽ ആരും ഇല്ല. കാരണം അവൾ വിധവയാണ്, അവൾക്ക് മക്കളില്ല, അവളുടെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവം മാത്രമാണ് അവളുടെ ഏക ആശ്രയം. ഞാനൊരു വിധവയാണ് കർത്താവേ എന്ന് പറയുന്നതിലൂടെ യൂദിത്ത് സൂചിപ്പിക്കുന്ന കാര്യം ഇതാണ്: ദൈവമേ, അങ്ങ് മാത്രമാണ് എനിക്ക് ആശ്രയമായിട്ട് ഉള്ളത്. ഒരു വിധവയാണ് യൂദിത്ത് എന്നത് ഇനി അവൾ നടത്താൻ പോകുന്ന അവളുടെ ഉദ്യമത്തെയും, അതായത് ഒരു അന്യപുരുഷൻ്റെ കൂടാരത്തിൽ അവർ പ്രവേശിക്കുന്നതിനെയും സാധൂകരിക്കുകയാണ്. ഭർതൃമതിയായ ഒരു സ്ത്രീയാണ് യഹൂദ വനിത ഒരു അന്യപുരുഷൻ്റെ കൂടാരത്തിൽ പ്രവേശിക്കുന്നതെങ്കിൽ അത് വലിയ അപരാധമായി മാറിയേനെ. അതേസമയം യൂദിത്തിനെ സംബന്ധിച്ചിടത്തോളം അവൾ വിധവയാണ്, അവളുടെ ഭർത്താവ് മരിച്ചിരിക്കുന്നു, അവൾ ഭർതൃമതിയല്ല. അതുകൊണ്ട് അവൾ അന്യപുരുഷൻ്റെ കൂടാരത്തിൽ പ്രവേശിക്കുന്നത് നിയമപരമായി തെറ്റല്ല എന്നതും ഇവിടെ വ്യക്തമാവുകയാണ്. അടുത്തതായി ഈ പ്രാർത്ഥനയിലെ 2ാം ഭാഗത്ത് യൂദിത്ത് ഒരു കാര്യം വ്യക്തമായി സമർത്ഥിക്കുന്നുണ്ട്: ദൈവമാണ് ചരിത്രത്തിൻ്റെ നിയന്താവ് എന്ന സത്യമാണ്. 9-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള തിരുവചനം നമുക്കൊന്ന് വായിക്കാം. അവിടുന്നാണ് ഇതും ഇതിനു മുൻപും പിൻപും സംഭവിച്ച കാര്യങ്ങളും ചെയ്തത്. ഇപ്പോഴുള്ളവയ്ക്കും വരാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ. അതേ, അവിടുത്തെ ഹിതം നിറവേറി. അവിടുന്ന് ഇച്ഛിച്ച കാര്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വന്ന് ഇതാ ഞങ്ങൾ എന്നു പറഞ്ഞു. എന്തെന്നാൽ അവിടുത്തെ വഴികൾ മുൻകൂട്ടി ഒരുക്കിയവയും അവിടുത്തെ വിധികൾ മുന്നറിവോട് കൂടിയവയുമാണ്. ഇവിടെ ഇസ്രായേലിൻ്റെ ദൈവമാണ് ചരിത്രത്തിൻ്റെ നിയന്താവ് എന്ന സത്യം ആവർത്തിക്കുന്നു. ഈ ബോധ്യം സത്യത്തിൽ പ്രവാചക പാരമ്പര്യത്തിൽ ഉടനീളം നമ്മൾ കാണുന്നതാണ്. പ്രവാസത്തിൽ നിന്നും, ബാബിലോൺ പ്രവാസത്തിൽ നിന്നും തിരികെ എത്തിയവരുടെ പ്രതിനിധിയായി ഇപ്പോൾ യൂദിത്ത് പറയുകയാണ്: അവിടുന്നാണ് ഇതും ഇതിനു മുൻപും പിൻപും സംഭവിച്ച കാര്യങ്ങളും ചെയ്തത്.
ഇപ്പോഴുള്ളവയ്ക്കും വരാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ. അതേ, അവിടുത്തെ ഹിതം നിറവേറി എന്ന് പറയുമ്പോൾ ദൈവമാണ് ഇന്നലെയും ഇന്നും നാളെയും നിർണയിക്കുന്നവൻ എന്ന സത്യം വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പദ്ധതികളൊന്നും ആകസ്മികമല്ല, മുൻകൂട്ടി ഒരുക്കപ്പെട്ടവയാണ് എന്നും ദൈവത്തിൻ്റെ വിധികൾ മുന്നറിവോട് കൂടിയവയാണെന്നും ദൈവത്തിൻ്റെ പദ്ധതി അത് രക്ഷയുടെ പദ്ധതിയാണെന്നതിനുള്ള ചരിത്ര സാക്ഷ്യമാണ് പ്രവാസത്തിൽ നിന്നും ഈ ജനം തിരികെ ഇവരുടെ നാട്ടിലെത്തിയത്. ഇസ്രായേൽ ജനം തെറ്റ് ചെയ്തപ്പോൾ അവരെ നേർവഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അവരെ ശിക്ഷിക്കാനായി ദൈവം അയച്ച ശക്തികളായിരുന്നു അസീറിയക്കാരും ബാബിലോണിയക്കാരുമെല്ലാം. പക്ഷേ ആത്യന്തികമായി ദൈവജനത്തിൻ്റെ ചരിത്രത്തെ, സകല സാമ്രാജ്യങ്ങളുടെയും ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണെന്ന ബോധ്യവും യൂദിത്ത് ഈ പ്രാർത്ഥനയിലൂടെ ഏറ്റുപറയുകയാണ്. ഈ പ്രാർത്ഥനയുടെ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമാക്കാം.